മഹിള, എം ഫോർ മഹിള, വൈ ഫോർ യുവ. അപ്പം മഹിളകൾക്കും സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും പ്രയോജനകരമായ പദ്ധതികൾ, വികസന പദ്ധതികൾ ആവിഷ്കരിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വരുന്നു. അതൊരു പ്രതീതിയാണ്. യഥാർത്ഥത്തിൽ ഈ 40,000 കോടി രൂപയുടെ പദ്ധതികൾ, അത് ചില്ലറ പദ്ധതികളല്ല. അതിൽ പലതും ഈ സ്പെസിഫിക് ടാർഗറ്റ് ഗ്രൂപ്പിനെ ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളാണ്. കഴിഞ്ഞ തവണ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് സൈക്കിൾ ദാനമായി നൽകി. അതൊക്കെ ഉണ്ടാക്കിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകൾ, ബീഹാറിൽ തകർന്നു കിടന്ന ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തിയെടുക്കാൻ, അത് പൂർണ്ണമായി കണ്ണാടി പോലെ ആക്കിയെന്നല്ല, മെച്ചപ്പെടുത്തിയെടുക്കാൻ നിതീഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സുശാസൻ ബാബു എന്ന പേര്. കാരണം ദുശാസനല്ല, സുശാസനനാണ് നിതീഷ് കുമാർ എന്നൊരു പേരെടുക്കാൻ കഴിഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന കാലത്താണ് അദ്ദേഹത്തിന് ഡിമെൻഷ്യ പോലും ബാധിച്ചിരിക്കുന്നു. അദ്ദേഹം പൂർവാധികം ശക്തനായി തിരിച്ചു വരാൻ ആവാത്ത ഒരു നിലയിലുമാണ്. പക്ഷേ വികസന പദ്ധതികൾ അദ്ദേഹത്തിലൂടെ ആവിഷ്കരിക്കുമ്പോൾ തീർച്ചയായും അതിന്റെ ഇൻകംബൻസി ബെനിഫിറ്റ് BJPക്ക് കൂടി ലഭിക്കും എന്നതാണ് സത്യം.